റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലതവണ രംഗത്ത് വന്നതാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രീതിയിൽ ഇത് ട്രംപ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന് ഇതുവരെയും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതവണ അതിനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അതൊന്നും ബലവത്തായില്ല എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷവും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചില്ല എങ്കിൽ റഷ്യ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ ഉച്ചകോടിയിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായകമായ തീരുമാനമുണ്ടാകും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെയാണ് റഷ്യക്ക് അന്ത്യശാസനവുമായി ട്രംപ് രംഗത്ത് വന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നതായി ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ വെർച്വൽ യോഗത്തിൽ ട്രംപ് വ്യക്തമാക്കിയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞിരുന്നു. അതേസമയം വെർച്വൽ യോഗത്തിൽ പങ്കെടുത്ത യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ ആദ്യം വേണമെന്ന നിലപാട് സ്വീകരിച്ച സെലൻസ്കി റഷ്യയെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. യുക്രൈൻ പ്രദേശത്തെ കൈക്കലാക്കുന്നതിനുള്ള സമ്മർദ്ദം റഷ്യ ചുലത്തുമെന്നും വെടിനിർത്തലിന് റഷ്യ തയ്യാറായില്ല എങ്കിൽ ഉപരോധം ശക്തമാക്കണമെന്നും സെലൻസി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യുക്രൈൻ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന സൂചനയിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യ അലാസ്കയിൽ വെടിനിർത്തലിന് വഴങ്ങിയില്ല എങ്കിൽ ഉപരോധം ശക്തമാക്കണമെന്ന് സെലൻസ്കി പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉപരോധങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് പുടിൻ വെറുതെ പറയുകയാണ് എന്നാണ് കരുതുന്നത്. ഉപരോധം റഷ്യയുടെ വിവിധ മേഖലകളെ ബാധിക്കുന്നുണ്ട് എന്നും സെലൻസ്കി പറഞ്ഞിരിക്കുന്നു. ആദ്യം വെടിനിർത്തൽ, പിന്നീട് സമാധാന കരാർ എന്നായിരുന്നു സെലൻസ്കി ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. വെടിനിർത്തലിന് ട്രംപ് പിന്തുണ നൽകി എന്ന് യോഗത്തിന് ശേഷം സെലൻസ്കിയും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തന്നെ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി ട്രംപ് പലതവണ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതാണ്. പക്ഷേ ഇതുവരെയും ട്രംപിന് അത് ചർച്ചയിലൂടെ പരിഹരിക്കാനോ ഒരു തീരുമാനത്തിൽ എത്താനോ കഴിഞ്ഞിട്ടില്ല. ആ സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയെ ഏത് രീതിയിലും സമ്മർദ്ദത്തിലാക്കി ആ സമ്മർദ്ദ തന്ത്രത്തിലൂടെ റഷ്യയെ വരുതിയിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകും ഇനി എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഉച്ചകോടിക്ക് ശേഷം ലോക രാഷ്ട്രീയത്തിൽ തന്നെ ചില വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്.